നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, നല്ല പവർ സാധനമാണ്. യോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് കമ്പ്യൂട്ടർ കയറ്റിയിട്ട് പക്ഷേ എന്താ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി ഗായ്സ്. അപ്പോൾ നമുക്ക് ഫുട്ടേജൊക്കെ നഷ്ടപ്പെട്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ബോട്ട് ഉണ്ട്. നമുക്ക് അതിൻ്റെ ബോട്ട് ഓടിക്കുന്ന വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് ബോട്ട്. ഗൈസ്, അപ്പോൾ 2 കൊല്ലം മുമ്പ് ഞാനൊരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് കാർബോർഡ് വെച്ചാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ജസ്റ്റ് ചെയ്തേക്കണത് കാർബോർഡും റെസിൻ അടിച്ച് ജസ്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തേക്കാനാണ്. ഇതിപ്പോഴും നല്ലോണം സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറേ നേരം വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ചെറിയ ഹോൾ ഉണ്ടാകും, അതിൽ വെള്ളം കയറും, കാർബോർഡിൻ്റെ ഉള്ളിൽ വെള്ളം ഫില്ലാവും. അപ്പോൾ ഭയങ്കര ഇത് ഹാർഡ്നെസ്സിൻ്റെ നഷ്ടപ്പെടും. നമുക്കിത് അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുതിയ ബോട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കണത് 4x ഷീറ്റ് വെച്ചാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാർബോണിൻ്റെ പോലെ വെള്ളം കുടിക്കൂല, ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 4x ഷീറ്റ് വെച്ച് ഈ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഫൈബറും റെസിനും വെച്ച് ചെയ്തേക്കാനാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആണ്. ഇതിപ്പോൾ നല്ലോണം ലാസ്റ്റ് ചെയ്തോളും. പിന്നെ ഈ ബോട്ടിനേക്കാളും കുറച്ചും കൂടിയും സൈസ് കൂടുതലാണ്. പിന്നെ ഷേപ്പൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ശവപ്പെട്ടിയുടെ പോലത്തെ ലുക്കായിരുന്നു. ഫ്രണ്ടിൽ ഷേപ്പൊന്നും ഇല്ല. അതപ്പം കാണാൻ പറ്റും. ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് കുറച്ച് കർവ്ഡൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതിനപേക്ഷിച്ച് ഇതിൻ്റെ പവർ സിസ്റ്റം ഒക്കെ ഡിഫറൻ്റ് ആണ്. അതായത് ഇതിൻ്റെ മോട്ടർ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കണത്. ഇപ്പോൾ ഈ മോട്ടർ ഒരു ട്രെഡ്മില്ലിൻ്റെ മോട്ടറാണ്. ഇത് ആക്രി കടയിൽ നിന്ന് കിട്ടിയാണ്. അന്ന് ഷാഫ്റ്റ് ഇതിനകത്ത് പോയിട്ട് ഇപ്പോഴത്താണ് ഇതിൻ്റെ പ്രൊപ്പല്ലർ വന്നേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് റഡർ ഉള്ളത്. ഇത് കേബിൾ സിസ്റ്റം വെച്ചാണ് ഇത് വർക്ക് ചെയ്യണത്. ഉണ്ട് 2 കേബിൾ ഇതിനകത്തിട്ട് പോയിട്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിങ്. അപ്പോൾ ഈ സ്റ്റിയറിങ് തിരിയുമ്പോൾ എൻ്റെ റഡർ 2 സൈഡിലേക്കും തിരിയും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബോട്ടിലും ചെയ്തിരുന്നത്. കേബിൾ വെച്ചാണ് ഇത് സ്റ്റിയറിംഗ് ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ പവർ സിസ്റ്റം ഡിഫറൻ്റ് ആണ്. കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് 4 ഡ്രോണിൻ്റെ മോട്ടറാണ്. അതിപ്പോഴും നല്ലോണം വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല പവർഫുള്ളായിരുന്നു. പിന്നെ ഇതിനപേക്ഷിച്ച് ഇതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കുറവായിരിക്കും. അതായത് ഹൈ സ്പീഡ് മോട്ടറുമാണ്, പിന്നെ ചെറിയ പ്രൊപ്പല്ലറുമാണ്. അതുകൊണ്ട് ഇതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ബാറ്ററി വെച്ചേക്കണത്. പിന്നെ അത് ലെഡ് ആസിഡ് ബാറ്ററിയാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചൊക്കെ വെച്ചേക്കണത്. ഇതാണ് 2 സ്പീഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സും ഫോർവേഡും വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്വിച്ച്. സോ ഗായ്സ്, അപ്പോൾ ബോട്ട് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പുഴയിലാണ് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഓടിച്ചെടുക്കാൻ കുറേ സ്ഥലമുണ്ട്. പിന്നെ ഇതിനകത്ത് ബാറ്ററി കുറേ വെച്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്, കുറച്ച് പെർഫോമൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടി. ഇത്രയും ബാറ്ററി വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, സ്പീഡൊക്കെ എന്തോരം ഉണ്ടാവുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എല്ലാം സെറ്റാണ്. സ്വിച്ച് ഓൺ ആക്കാൻ പോയാണ്. അപ്പോൾ പൊളിയായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വിധം നല്ല സ്പീഡിലുണ്ട്. ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് ഇട്ടേക്കണത്. ഏറ്റവും കുഴപ്പമില്ല. സ്പീഡ് കൂട്ടി നോക്കാം. അപ്പോൾ കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല പവർ സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുഴയുടെ നടുക്കാണ്. അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് ഓടിച്ചു പോകാൻ. അടിപൊളിയാണ്. അത് സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് സ്ട്രെയിറ്റ് തന്നെ പോകുന്നുണ്ട്. പൊളിയാണ്. കറക്റ്റ് പാലത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. പൊളി.
നല്ല പവറുണ്ട്, മോട്ടറൊക്കെ പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. പൊളി. നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, നല്ല പവർ സാധനമാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബോട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് ഇത് 1.5 ആഴ്ച ഇത് വെള്ളത്തിൽ കിടക്കായിരുന്നു. എന്നിട്ട് ഒരു ചെറിയ ലീക്ക് പോലും വന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്നായാലും ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, നല്ലോണം ലാസ്റ്റ് ചെയ്തോളും. ഗൈസ്, അപ്പോൾ ഇത് എടുത്തു വെച്ചിട്ട് ഇനി ആവശ്യം വരുമ്പോൾ കൊണ്ടുപോയി പുഴയിൽ ഇറക്കി ഓടിച്ചെടുക്കാനാണ് പ്ലാൻ. പിന്നെ ഇത് നല്ല റേഞ്ച് പോയി, ഞങ്ങൾ കുറേ ദൂരം ഇത് ഓടിച്ചു പോയി. കുഴപ്പമില്ല, നമുക്ക് ബാറ്ററിയുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് നല്ല റേഞ്ച് കിട്ടും. പിന്നെ ഈ ബോട്ട് ഫുള്ള് റിമോട്ട് കൺട്രോളിൽ ഓടിക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അതാകുമ്പോൾ അടിപൊളിയായിരിക്കുള്ളൂ, പാലത്തിൻ്റെ മുകളിലൊക്കെ ഒന്നും കൊണ്ട് റിമോട്ടിൽ ഓടിക്കുന്നതൊക്കെ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.